guys, welcome back to my YouTube channel. ഇന്ന് 16th November എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്കൊരു അടിപൊളി സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വീക്കെൻഡ് വന്നുകൊണ്ട് അക്കു പറഞ്ഞു നമുക്ക് ഈ വീക്കെൻഡ് അങ്ങ് അടിച്ച് പൊളിക്കാമെന്ന്. അപ്പോൾ അതിനു മുന്നേ ഇന്നലത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് റീവൈൻഡ് അടിച്ച് കണ്ടിട്ട് വന്നാലോ. ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും നമുക്ക് ഇവന്മാരിന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോ. എല്ലാരെയും നമ്മൾ ഒരേപോലെ ആക്കി എടുക്കണ്ടേ. അപ്പം നമുക്ക് ഇവന്മാരുടെ തണ്ടൊന്ന് മുറിച്ചെടുക്കാം. തണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അറ്റത്തുള്ള ഭാഗം. ഇനി ഈ പാക്കറ്റിലുള്ളത് ഇവരുടെ ഫുഡാണേ. നമ്മൾ ഈ ഫ്ലവർ ഫുഡ് ഇടാൻ ഉദ്ദേശിക്കുന്ന വേസിലേക്ക് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് പൊട്ടിച്ചിടുക. നമ്മുടെ ഈ പാക്കറ്റുള്ള ഹോർലിക്സും ബൂസ്റ്റൊക്കെ പൊട്ടിച്ചിടത്തില്ലേ, അതുപോലെ തന്നെ. ഇനി നമുക്കിവരെ ഓരോന്നോരോന്നായി വേസിലേക്ക് അടുക്കി വെച്ചാലോ. ഇന്നലെ കിട്ടിയ പൂക്കളാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ സാറ്റർഡേ ആണല്ലോ, വീക്കെൻഡ് ആയിട്ട് കുറച്ചധികം കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിച്ച് തുടങ്ങിയത്. അപ്പോൾ അക്കു പറഞ്ഞു നമുക്ക് ഇന്ന് ശരവണഭവനിൽ പോയി കുറച്ച് നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന്, ദോശയും ചന്നഭട്ടൂരയൊക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞ് മോളിൽ പോകാനായിരുന്നു പ്ലാൻ. അക്കുവിനാണെങ്കിൽ ഇപ്രാവശ്യം ഗിഫ്റ്റൊന്നും തരാത്തതുകൊണ്ട് ഭയങ്കര കുറ്റബോധമായി. അപ്പോൾ അക്കു പറഞ്ഞാൽ നിന്നെ ഒരു മോളിൽ കൊണ്ടുപോകാം, നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളാൻ. പക്ഷേ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീക്കെൻഡ് ആയിട്ട് ഉറങ്ങിപ്പോയതുകൊണ്ട് നമ്മൾ 2 ദിവസത്തേക്കാണ് പ്ലാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. പിന്നെ നല്ല വെതർ ആയതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോയിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് നാളെ, കാരണം വീക്കെൻഡ് ആണല്ലോ, നമ്മുടെ ബർത്ത്ഡേ വീക്കെൻഡ് ഫുൾ നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ മോളിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. റെഡി ആയിട്ട് വരാം ഗൈസ്. നമ്മളിതാ പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് കുറച്ച് ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പം അധികം അങ്ങ് ഒരുങ്ങാന്ന് വിചാരിച്ചു. അതെ, കുറച്ചധികം. ഒന്നും ചെയ്തില്ല, എന്ത് ചെയ്യാൻ. കാറ്റ് ഗൈസ്, ഇവിടുത്തെ അണ്ണാന്മാരെ കണ്ടോ? ഇവിടുത്തെ അണ്ണാന്മാർക്കൊരു പ്രത്യേകതയുണ്ടേ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവർക്ക് ബാക്കിൽ 3 വരെയൊന്നും ഇല്ല. നമ്മളൊന്ന് കൈനീട്ടി ഇങ്ങനെ വിളിച്ചാൽ തന്നെ അവന്മാർ നമ്മുടെ കൂടെ ഇങ്ങോടി പോന്നോളൂ. ഗൈസ് നോക്കുന്നത് നല്ല വെയിലുണ്ട്. ശരിക്കും ഈ ഒരു നവംബർ ആകുമ്പോഴത്തേക്കും, ഇപ്പം നവംബർ മിഡ് ആയല്ലോ, നല്ല തണുപ്പാവുന്ന സമയം. ഇപ്രാവശ്യം എന്തോ തണുപ്പ് നല്ല വിന്റർ ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ചധികം വെയിലുള്ളതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. കുറച്ചു നേരം നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് നല്ല വെതർ അല്ലേ. ആദ്യമായിട്ടൊരു കാര്യം സംബന്ധിച്ചു. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. ഇന്നൊരു ദിവസം ഗൈസ്, ഇപ്പോൾ സമയം 1 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഇതാ ശരവണഭവൻ എത്തിയിരിക്കുകയാണ്.
എന്റെ ഫിൽറ്റർ കോഫിക്ക് പ്രത്യേകത പൊട്ടിക്ക് പൊട്ടാനല്ല അത് പുകയോ കൂടെ കറിയുണ്ട്. ഇത് അക്കുവിന്റെ കേട്ടോ, ഇത് എന്റെ അല്ല. ഞാൻ പറഞ്ഞതോ റവ ഒനിയൻ മസാല ദോശ. ഗീ ഒനിയൻ റവ മസാല ദോശ. എന്റെ പൊന്നെ. ഗൈസ്, ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഇവിടെ നിന്ന് ഇട്ടേക്കുന്ന ഫുൾ നമ്മുടെ ഓൾഡ് മലയാളം സോങ്സ് ആണ്. നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള, ഇങ്ങനെ കഴിക്കാൻ നമുക്ക് പറ്റിയ ഒരു ആംബിയൻസ്. ശരിക്കും നമ്മൾ നാട്ടിലിരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പാട്ടുകളെല്ലാം കൂടി ഇട്ടാലുണ്ടല്ലോ, ചിലപ്പോൾ എൻ്റെ കോപ്പിറൈറ്റ് അടിച്ച് എൻ്റെ കയ്യിൽ യൂട്യൂബ്. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നമുക്ക് എന്തായാലും ഇപ്പം ഫിൽറ്റർ കോഫി കുടിക്കാം. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വയർ പൊട്ടാറായി കേട്ടോ. നമ്മൾ എന്താ പ്ലാൻ ആക്കൂ? ആകെ ഒരു എന്താ റവ ഒനിയൻ മസാല ദോശയും ഒരു ഫിൽറ്റർ കാപ്പിയാണ് കുടിച്ചത്. അത് കഴിച്ചപ്പം തന്നെ ബട്ടൂര് ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ അടുത്ത പ്ലാൻ എന്താക്കൂ? നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വിളിച്ചിട്ടില്ല സീസൺ. അപ്പോ അടുത്ത പ്ലാൻ എന്താക്കൂ? Wait and watch. Surprise. Okay. Bye guys. ഗൈസ്, കുറച്ച് വെയിലുണ്ട്. ഞങ്ങളാണെങ്കിൽ അക്കു എനിക്ക് അടുത്ത സർപ്രൈസ് തന്നു. നമ്മളാണെങ്കിൽ എവിടെ അക്കു എത്തിയിരിക്കുന്നത്? നീ പറ. ഞങ്ങളിപ്പോൾ ഉള്ളത് വാട്ടർ ഫ്രണ്ട് മറീനയിലാണ്. നമുക്ക് യാച്ചുകളൊക്കെ പുറകിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ബീച്ച് വോളിബോൾ കളിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഏരിയയും കൂടെ ഉണ്ട്. കൊള്ളാം. പക്ഷെ ആകെ ഒരു പ്രശ്നം, കുറച്ച് കാറ്റുണ്ട്. അത് ഹായ്. ഇത് മിനി ഗോൾഫ് കോഴ്സാണ്. നമുക്ക് ഇലകൾ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഭംഗിയായിരുന്നു അല്ലേ? ഗൈസ്, എല്ലാവരും എന്താ ഫിഷിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ. അങ്ങോട്ടും ഉണ്ട് കുറേ പേര് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കു ചെയ്യുന്നില്ലേ ഫിഷിങ്? ഗൈസ്, ഈ പുറകെ കാണുന്ന മലയില്ലേ, അത് എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അക്കു പറഞ്ഞത്.
ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ടവറൊക്കെ കൊളാപ്സ് ആയ സമയത്ത് അവിടുന്ന് എടുത്ത വേസ്റ്റുകൾ ഇവിടാണ് അവർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തത്. അങ്ങനെ ഡംപ് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ഒരു വലിയ മലയായതെന്നാണ് അക്കു എൻ്റെ അടുത്ത് പറഞ്ഞത്. അക്കുന് വേറെ ആരോ പറഞ്ഞു കൊടുത്ത അറിവാണ് കേട്ടോ. ഞാനാണെങ്കിലും മുടിയൊക്കെ കുറച്ച് നല്ല സെറ്റ് ചെയ്തത് എന്തിന് ഒരുമാതിരി ഞാൻ പ്രാന്തിയെ പോലെ ഇരിപ്പുണ്ട് ഇപ്പം. വെള്ളത്തിന്റെ മുകളില് എനിക്ക് നല്ല പേടിയുണ്ടാക്കൂ. ഇതിന്റെ അടിയിൽ വെള്ളവാ. പിന്നെ ആ നടന്നു പോണ പിന്നെ അറിയാലോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാ. ബൈ കൊച്ചാ, ടാറ്റാ. ഈ കാണുന്ന മറീന ഉണ്ടല്ലോ, ഇത് അക്കുവിൻ്റെ കമ്പനി ചെയ്ത പ്രോജക്റ്റാണ് കുറേ നാൾക്ക് മുന്നേ. പക്ഷെ എനിക്ക് ഇതിന് ധൈര്യമില്ല, ഞാൻ പോവാം. ഗൈസ്, ഈ ആൾക്ക് മീനാണോ പാമ്പാണോന്ന് അറിയത്തില്ല, എന്തോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വലിച്ചെടുക്കുന്നുണ്ട് എന്തൊക്കെയോ. കിട്ടി. കാറ്റിന്റെ ശബ്ദം കേൾക്കാലോ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ എന്തായാലും വീട്ടിൽ പോവാം, ഏതെങ്കിലും സിനിമ എല്ലാം കാണുക. അതൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെയാണ് നമ്മൾ മോളിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. അതുവരേക്കും ബൈ. ഗൈസ്, നേരത്തെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയെങ്കിലും നമ്മൾ വിചാരിച്ചു ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടെന്ന്. വേറൊന്നുമല്ല, ഞങ്ങളാണെങ്കിൽ പാരീസ് പാക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ എന്ത് രസം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഇനി ഞാൻ വരത്തില്ല കേട്ടോ, നാളെ കാണുള്ളൂ. ബൈ ബൈ, സീ യു. ഹലോ ഗായ്സ്, വെൽക്കം അഗെയിൻ. ഇന്ന് 17th നവംബർ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ മോളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് മോളിലെത്തിയിട്ട് കാണാം. ബൈ ദ ബൈ, എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ടേ എനിക്ക് മറ്റേ ക്രിസ്മസ് ട്രീ ഓർമ്മ വരുന്നേ. ഫുൾ ആ ഒരു ഫുൾ ആ ഒരു ഗ്രീൻ കളറിലെ ആ ഒരു ക്രിസ്മസ് വൈബ് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് തോന്നുന്നു. ഗൈസ്, തണുപ്പായിരിക്കും എന്ന് കരുതി ഞാൻ ഈ സ്വെറ്റ് ഷർട്ട് എടുത്തിട്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ തന്നെ ചൂടെടുക്കുന്നു. ഹായ് അക്കു. ഹായ്. റെഡി? നോ. വാ. ഓൾവേസ്. പറപ്പിച്ചു വിട് പാപ്പ മോളിലേക്ക്. ഗൈസ്, ഞങ്ങളൊരു 10-15 മിനിറ്റായി മോളിന്റെ മെയിൻ ഗേറ്റ് കടന്നിട്ട്. പക്ഷെ ഇതുവരെ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമേ ഇല്ല. എവിടെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും അവിടെ എല്ലാ ആൾക്കാരും കൊണ്ടുവന്ന് ഇട്ടിരിക്കുമായിരിക്കും. അക്കുറേ ന്യൂജേഴ്സിയിലെ എല്ലാ ആൾക്കാരും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം ഓരോ സ്പോട്ടും. ഞങ്ങളിപ്പോ ഒരു 6-7 റൗണ്ട് എടുത്തു, പക്ഷെ ഇതുവരെ എവിടെയും സ്പോട്ട് കിട്ടിയിട്ടില്ല. ഇതുപോലെ
സൈബർ ട്രക്ക്. ഇതുപോലെ ഓരോ വണ്ടികളും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്തത് ഫൈൻഡ് എ സ്പോട്ട് മാൻ. വീഡിയോ എടുക്കാതെ സ്ഥലം കണ്ടുപിടിച്ചാടി. ഗൈസ് ഫൈനലി ദാ സ്പോട്ട് കിട്ടി. അയ്യോ എവിടെ? അതെ, സിനിമാ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് സ്പോട്ട്. കുഴപ്പമുണ്ടാവില്ല അല്ലേ? നമുക്കതോ അവിടെയാണ്, മേളിലാണ് മോൾ ഉള്ളത്. ഇത്രയും വണ്ടികളുണ്ട്. നമ്മളിതാ AC തിയേറ്ററിന്റെ ഫ്രണ്ടിലാ കുട്ടപ്പനെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇത്രയും നേരം ഞങ്ങൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഇനി നമുക്ക് മാർഷൽസിൽ കയറിയിട്ട് എന്തെങ്കിലും നല്ലത് വല്ലതും കിട്ടുമെന്ന് നോക്കാം. കാരണം കുറേ സെയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ പേരിൽ അക്കും 2-3 ഹുഡീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിപ്പം ട്രൈ ഔട്ട് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഞങ്ങൾ 2 പേരും കണക്കാണ്. അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വിൻ്റർ വരുന്നതുകൊണ്ട് കൂടുതലും അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാർഷൽസ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് സ്നീക്കേഴ്സ് വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. ഫസ്റ്റ് നമ്മൾ പോയത് അണ്ടർ ആർമറിലേക്കാണ്. പക്ഷെ ഒന്നും ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് കയറി അതേ സ്പീഡിന് തന്നെ തിരിച്ചിറങ്ങിപ്പോയിരുന്നു. അടുത്ത സ്റ്റോപ്പ് നൈക്കിയിലാണ്. പക്ഷേ നൈക്കീനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു പട ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും മനസ്സിൽ വിചാരിച്ചിരുന്നു ഇവിടുന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം വാങ്ങിച്ചുകൊണ്ട് തന്നെ പോകാം. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്യൂ നിന്നിട്ടേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ അരിച്ചു പറക്കിയിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ട്രയൽ ചെയ്യുമെന്ന് വിചാരിച്ചു.
രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് പരീക്ഷിച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് വെറും കൈയോടെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ അഡിഡാസ്. അപ്പോൾ ഇതങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആളെ കണ്ടു ഗൈസ്, മെസ്സി. അപ്പോൾ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവാതിരിക്കും? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇവിടുന്നെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. കയറി ചെന്നതും നമുക്ക് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് ഈ സ്നീക്കേഴ്സ് കണ്ടപ്പം തന്നെ ഇഷ്ടമായി. അപ്പം തന്നെ ഞാൻ അക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു, അക്കു ഇത് തന്നെ മതി, ഇത് ഫിക്സ്ഡ് എന്ന്. ഇട്ട് നോക്കിയപ്പോഴും കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഫൈനലി ഈ സ്നീക്കേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രം അഡിഡാസ്. കുറേ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ. ഒരു ചേഞ്ചിന് ചിക്കൻ മാറ്റി പിടിച്ചു. ഇപ്രാവശ്യം നമ്മൾ ഫിഷാണ് പറഞ്ഞത്. അപ്പോൾ റൈസ് വിത്ത് ഫിഷ്, അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ബനാന ഫ്രിറ്റേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് പഴംപൊരി കേട്ടോ, പക്ഷേ കിടിലൻ ടേസ്റ്റ് ആയിരുന്നേ. പഴംപൊരി നമ്മുടെ നാട്ടിലത്തെ. ചൂടെടുത്തിട്ടാണെങ്കിൽ എന്തെങ്കിലും തണുത്തത് ഉള്ളിൽ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നേരെ പോയത് ഹഗൻദാസിലേക്കാണ്. അവിടെ നിന്നൊരു ബെൽജിയൻ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് എന്തോരം വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് ആണ് കേട്ടോ ഉള്ളത്. പക്ഷേ എൻ്റെ കണ്ണ് നേരെ ഉടക്കിയത് ബെൽജിയൻ ചോക്ലേറ്റ് ഷേക്കിലായതുകൊണ്ട് അതങ്ങോട്ട് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ മുന്നിൽ കൂടെ നടക്കുമ്പോഴാണ് അവിടെ ക്രിസ്മസ് ഓഫേഴ്സ് കണ്ടത്. അപ്പം പിന്നെ അവിടെയും കൂടെ നോക്കിയിട്ട് വന്നില്ലെങ്കിൽ മോശമല്ലേ. ഗൈസ് സമയം 5:30 ആയിട്ടുള്ളൂ. പക്ഷെ നോക്ക്, കുറ്റിരുട്ട്. ഇവിടെ ഇപ്പം ഏകദേശം 4:45 കഴിയുമ്പോൾ തന്നെ സൺസെറ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ട് 5:30 ആയപ്പോഴത്തേക്കും. പക്ഷേ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക രാവിലെ കയറിയിട്ട് രാത്രിയിൽ ഇറങ്ങിയെന്ന്. പക്ഷെ സംഭവം ഇതാണ്. അക്കോ, ഇന്നത്തെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടോ? By the way, thank you so much for the gifts. I love you. അയ്യോ ഗൈസ്, നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത് ആപ്പിൾ ബീച്ചിലേക്കാണ്. എൻ്റെ ഫേവറേറ്റ്. നീ ഫോണ് കൊണ്ട് ബീഫ് നാച്ചോസ്.
ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അക്കൂറ്റെടുത്ത് എൻ്റെ ബർത്ത്ഡേ വീക്കാണെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സാധിച്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇനി ഞാൻ എന്ത് പറയും മല്ലയ്യ. പക്ഷേ എന്തായാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ബർത്ത്ഡേ. എനിക്ക് ഒരുപാട് അടിപൊളി മെമ്മറീസാണ് ഈ ബർത്ത്ഡേ എനിക്ക് തന്നത്. അതിൻ്റെ കൂടെ ഇന്ന് ഞാനും അക്കും കൂടെ ചെയ്ത ഷോപ്പിങ്ങും ഒക്കെ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. പുറത്തിറങ്ങിയാൽ തണുപ്പ്, അകത്തിരുന്നാൽ ചൂട്, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കണ്ട. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ആ വീഡിയോസ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ, അത്രയുള്ള വിശേഷം, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.